സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും സീരിയസ് ആണെന്നും വരുൺ ഉടനെ തന്നെ അച്ഛൻ്റെ എത്തണമെന്ന് രാധിക പറയുവാണ് കേട്ടോ. അത് കേട്ട് വരുൺ വല്ലാതെ ടെൻഷനാകുക. താനത് സത്യമാണോ പറയുന്നത്? അതെ. വരുൺ സമയം കളയാതെ എത്രയും വേഗം അങ്ങോട്ടേക്ക് ചെല്ല്. വീട്ടിലെല്ലാവരും വരുണിനെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുക. അങ്ങനെ രാധിക പറഞ്ഞത് കേട്ട് വരുൺ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം രാധിക തൻ്റെ കയ്യിലിരുന്ന പ്രസാദം വരുണിനെ ഏൽപ്പിക്കുക. ഇത് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതാ, ഈ പ്രസാദം അച്ഛനെ നെറ്റി തൊട്ട് കൊടുക്കണം. അങ്ങനെ വരുൺ അതും വാങ്ങി നേരെ ഹോസ്പിറ്റലിൽ എത്തുവാണ് കേട്ടോ. അങ്ങനെ വരുണിനെ കാണുമ്പോഴേക്കും പത്മിനിക്ക് ഒത്തിരി സന്തോഷമാകുക. എവിടെയായിരുന്നു? ഇന്നലെ മുഴുവൻ നീ ഞങ്ങളെ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ. ബിജുവും അവിടെ കൂടെ ഉണ്ടാകും കേട്ടോ. അന്നേരം വരുൺ അച്ഛൻ്റെ കാര്യം ചോദിക്കുക. ഈ സമയം അമ്മ വരുണിനെയും കൂട്ടി അച്ഛൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകുകയുണ്ടോ. അങ്ങനെ പരമേശ്വരനാണെങ്കിൽ വരുണിനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക റൂമിലെത്തി ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ഈ സമയം അവിടെ കണിമംഗലത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അതും പ്രിയങ്ക ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കും. ആ സ്വർണ്ണമൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് പ്രിയങ്ക സന്തോഷത്തോട് പറയണേ, വരുൺ എന്താണെങ്കിലും എന്നെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി എന്താണെങ്കിലും അവിടെ കടിച്ചു തൂങ്ങാനായിട്ട് ഞാനും പോകുന്നില്ല. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുവാണ്. അതിനെനിക്ക് സ്വർണം വിറ്റ കാശ് മാത്രം മതി. ഇത് വെച്ച് ഞാൻ ലോകറിയപ്പെടുന്ന ഒരു നായികയാകാൻ പോകുക. പിന്നീട് കാണിക്കുന്നത് ശരത്ത് ഫോണിലൂടെ ഒരാളോട് സംസാരിക്കുന്നതാണ്. അന്നേരം ശരത്ത് പറയണേ, നമ്മുടെ പ്ലാനിങ് പോലെ എല്ലാ കാര്യങ്ങളും നടക്കും. പ്രിയങ്കയുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അതിനുശേഷം പ്രിയങ്കയും ശരത്തും കൂടി ഫോണിൽ വിളിക്കുന്നുണ്ട്. പ്രിയങ്ക പറയുക, കണിമകളിൽ നിന്ന് ഞാൻ കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. നീ ഇത് വിറ്റോ പണയം വെച്ചോ എന്താണെന്ന് വെച്ചാൽ പൈസ ഏൽക്കണം. അത് വെച്ച് വേണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടത്താൻ. അങ്ങനെ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അകത്തേക്ക് വരുവാണ്ടോ രാധിക. ഈ സമയം രാധികയെ കാണുന്നതും പ്രിയങ്ക പെട്ടെന്ന് തന്നെ കോള് കട്ടാകുവാണ്. അന്നേരം രാധിക പറയണേ, മോളെ നീ ആ ശരത്തെന്ന് പറയണവനെ വിശ്വസിക്കല്ലേ, അവൻ നിന്നെ ചതിക്കും. അവനെ കണ്ടാലേ അറിയാം ഒരു ഫ്രോഡാണെന്ന്. അന്നേരം പ്രിയങ്കക്ക് അങ്ങ് ദേഷ്യം വരിക. അതെ, എൻ്റെ കാര്യത്തിൽ ഇയാൾ ഇടപെടാൻ നിൽക്കണ്ട. ഇയാളുടെ കാര്യം നോക്കി അങ്ങ് പോയാൽ മതി. വെറുതെ ഉപദേശം തരാനൊന്നും നോക്കണ്ട. അങ്ങനെ പ്രിയങ്കേൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് വല്ലാതെ സങ്കടമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് മാറ്റിയിരിക്കുന്ന പരമേശ്വരനെയാണ് കേട്ടോ. ഈ സമയം വരണം പത്മിനിയൊക്കെ പരമേശ്വരൻ്റെ അരികിൽ തന്നെ ഉണ്ടാകും. ഈ സമയം പരമേശ്വരൻ പ്രിയങ്ക വീട്ടിൽ നിന്ന് പോയ കാര്യവും തിരുമേനി വന്ന് പ്രിയങ്കയെ കൂട്ടിക്കൊണ്ട് പോയ ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ പരമേശ്വരൻ വരുണിനോട് പറയണേ, മോനെ നീ എത്രയും പെട്ടെന്ന് തന്നെ പ്രിയങ്ക മോളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് കേൾക്കുമ്പോൾ വരുണ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് പരമേശ്വരനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന വരുണിനെയും പത്മിനിനെയും കേട്ടോ കാണിക്കുന്നത്. ഈ സമയം അവരെ കാണുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ്. എന്നാൽ കൽപ്പനക്കും ഉർവശിക്കും ചന്ദ്രശേഖരനും ഒക്കെ വല്ലാതെ നിരാശയാകുവാണ് കേട്ടോ. പ്ലാനുകളെല്ലാം ചീറ്റിപ്പോയല്ലോ, അതിൻ്റെ സങ്കടത്തിലാണ് അവരെല്ലാവരും. ഈ സമയം അച്ഛനെയും വരുണിനെയൊക്കെ കാണുമ്പോഴായിരിക്കും മുത്തശ്ശിക്കും സൂര്യക്കും ഒക്കെ ആശ്വാസമാകുന്നത്. അതിനുശേഷം അവരെല്ലാവരും പ്രിയങ്കയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. പരമേശ്വരനും മുത്തശ്ശിയും സൂര്യയ്ക്ക് പ്രിയങ്കയെ തിരികെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വരുണിനെ നിർബന്ധിക്കുകയാണ്. അന്നേരം കൽപ്പന അതിനെ എതിർക്കുന്നുണ്ട്. അവൾ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നോ? രായ്ക്ക് രാമാനം ഇവിടുത്തെ സ്വർണ്ണമായിട്ട് കടന്നു കളയാൻ നോക്കിയവളല്ലേ അവള്. ഈ സമയം മുത്തശ്ശിയും പത്മിനിയും കൂടി കൽപ്പനയുടെ വായടപ്പിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയണേ, പ്രിയങ്ക മോള് ഈ വീട്ടിൽ തിരികെ എത്തണം, അല്ലാതെ ഇനി ഞാൻ ഒരു ജലപാനം പോലും ഇവിടുന്ന് കഴിക്കില്ല. അങ്ങനെ ഒരു ശബ്ദം എടുക്കുവാട്ടോ മുത്തശ്ശി. ഇത് കേട്ടിട്ട് വരുണാണെങ്കിൽ ആകെ അങ്ങ് പ്രതിസന്ധിയിലാകുവാണ്. വരുണാണെങ്കിൽ വേറെ നിവൃത്തിയില്ല. എല്ലാവരും കൂടി വരുണിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല രാധികയുടെ കാര്യത്തിലാണെങ്കിൽ ഇതുവരെ ഒരു വ്യക്തതയും വന്നിട്ടില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ വരുൺ പ്രിയങ്കയെ തിരികെ വിളിക്കാനായിട്ട് ദേവനാരായണൻ്റെ വീട്ടിലെത്തുവാണ്. അങ്ങനെ വരുണിനെ കാണുന്നതും ദേവനാരായണൻ വിഷയതയും കൂടി അകത്തേക്ക് സ്വീകരിക്കുകയാണോ. ശേഷം വരുൺ പറയുക, ഞാനിവിടെ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നത്. സമയത്ത് പ്രിയങ്ക പുറത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അന്നേരം തിരുമേനി പറയണേ, അവള് പുറത്തേക്ക് പോയല്ലോ, അമ്പലത്തിലേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു. മോൻ ഇവിടെ ഇരിക്കും, അവളുടനെ വരും. അന്നേരം വരുൺ പറയണേ, അത് വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ഇതേ സമയം വരുൺ വന്ന സമയത്ത് രാധികയും അവിടെ ഉണ്ടാകും. അങ്ങനെ വരുണിനെ കാണുമ്പോൾ പുറത്തേക്ക് വരാതെ രാധിക അവിടെ തന്നെ മറഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക കണിമംഗലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ സ്വർണം ശരത്തിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ പ്രിയങ്ക നിൽക്കുക. തിരിച്ചു വരുമ്പോഴായിരിക്കും വഴി വെച്ച് വരുണിനെ കാണുന്നത്. അന്നേരം വരുൺ പ്രിയങ്കയോട് റിക്വസ്റ്റ് ചെയ്യുക, പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക തന്നോട്, താൻ എൻ്റെ കൂടെ വീട്ടിൽ തിരികെ വരണം. തന്നെ വീട്ടിൽ തിരികെ കൊണ്ടുവരാതെ മുത്തശ്ശി ജലപാനം പോലും കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ അവസ്ഥ അറിയാവുന്നതല്ലേ. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിയങ്കക്ക് വീണ്ടും കൂടുതൽ സന്തോഷമാകുക. അന്നേരം പ്രിയങ്ക പറയണേ, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് വരുൺ തന്നെയല്ലേ, എന്നിട്ടിപ്പോൾ വരുൺ തന്നെ വന്ന് തിരികെ വിളിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇനി അങ്ങോട്ടില്ല. വരുൺ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ സമയം വരുണിൻ്റെ ആ റിക്വസ്റ്റൊക്കെ കേട്ടിട്ട് ഒരു പുച്ഛഭാവത്തോടെ നിൽക്കുവാണ് പ്രിയങ്ക. ഇതേ സമയം രാധികയാണെങ്കിൽ അമ്പലത്തിൽ ചെന്ന് പ്രിയങ്കയുടെ മനസ്സ് മാറി വരുണിൻ്റെ കൂടെ തിരികെ പോകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്